ജ്ഞാൻവാബി കേസിൽ മസ്ജിദ് കമ്മിറ്റിക്ക് തിരിച്ചടി. ഭക്തരുടെ പൂജ തടയണമെന്ന ആവശ്യം അലഹബാദ് ഹൈക്കോടതി തള്ളി. ഇന്നലെ പുലർച്ചെ മുതൽ ജ്ഞാൻവാബിയിൽ ഹിന്ദുക്കൾ ആരാധന പുനരാരംഭിച്ചിരുന്നു. പൂജ തുടരാമെന്നും അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗൗതം, 2 ദിവസങ്ങൾക്ക് മുൻപാണ് വാരാണസി ജില്ലാ കോടതി ജ്ഞാൻവാബിയിൽ പൂജ തുടരാം എന്നത് സംബന്ധിച്ച ഉത്തരവ് ഇട്ടത്. അതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ഇന്നലെ പുലർച്ചെ മുതൽ പൂജകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഹർജി കോടതി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വിഷ്ണു, ഹൈന്ദവ വിശ്വാസികൾക്ക് വലിയ ആത്മവിശ്വാസവും ഒപ്പം മസ്ജിദ് കമ്മിറ്റിക്ക് തിരിച്ചടിയും നൽകുന്ന നീക്കമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജനുവരി 31-ാം തീയതി വൈകുന്നേരമാണ് വാരണാസി ജില്ലാ കോടതി ജ്ഞാൻവാബിയിലെ തെക്കേ അറയിൽ ആരാധനയും പൂജയും ഹിന്ദുക്കൾക്ക് പുനഃസ്ഥാപിക്കാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ വിധിപ്രസ്താവം നടത്തിയത്. ഇതിന് പിന്നാലെ ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ ഹിന്ദുക്കൾ ജ്ഞാൻവാബി തർക്കമന്ദിരത്തിനകത്ത് ആരാധന തുടങ്ങിയിരുന്നു. ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഈ മസ്ജിദ് കമ്മിറ്റി നൽകിയിട്ടുള്ള ഹർജിയാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് ജ്ഞാൻവാബിയിൽ ആരാധന തുടരാം എന്നാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി നൽകാൻ ശ്രമിച്ചുവെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കുക എന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതേ തുടർന്നാണ് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ജ്ഞാൻവാബിയിൽ ഹിന്ദുക്കൾക്ക് പൂജ തുടരാനുള്ള അനുമതി നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി പരിഗണിക്കുവാൻ അലഹബാദ് ഹൈക്കോടതി വിസമ്മതിച്ചിരിക്കുന്നു. ഇത് ഹിന്ദു സംഘടനകൾക്കും ഒപ്പം കാശി വിശ്വനാഥന്റെ ഭക്തർക്കും വലിയ ആവേശവും ആത്മവിശ്വാസവും ഊർജം പകരുന്നതുമാണ് ഇപ്പോഴത്തെ ഈ അലഹബാദ് ഹൈക്കോടതിയുടെ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനുവരി 31-ന് വൈകുന്നേരം വാരണാസി ജില്ലാ കോടതി മുന്നോട്ട് വെച്ച വിധിപ്രസ്താവം എന്നത് അവിടെ ഹിന്ദുക്കൾക്ക് ആരാധന തുടരുവാനുള്ള അനുമതി നൽകണം. കാരണം 1993 വരെ ജ്ഞാൻവാബിയിലെ ഈ തെക്കേ നിലവറയിൽ ഹിന്ദുക്കൾ പൂജയും മറ്റ് ആരാധനയും നടത്തിയിരുന്നു. എന്നാൽ 93-ൽ അന്ന് ഉത്തർപ്രദേശിൽ അധികാരത്തിലുണ്ടായിരുന്ന മുലായം സിംഗിന്റെ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഹിന്ദുക്കളുടെ ആരാധന അവിടെ തടഞ്ഞത്. അതിനാൽ 31 വർഷങ്ങൾക്ക് ശേഷം അവിടെ ആരാധന ഇനിയെങ്കിലും തുടരുവാനുള്ള അനുമതി നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള വിധിപ്രസ്താവമായിരുന്നു. മാത്രമല്ല ജില്ലാ ഭരണകൂടത്തിന് വാരണാസി ജില്ലാ കോടതി നൽകിയ ഉത്തരവ് 7 ദിവസത്തിനകം അവിടെ പൂജ തുടങ്ങുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കണമെന്നതാണ്. എന്തായാലും വിധിപ്രസ്താവം വന്ന അന്ന് അർദ്ധരാത്രിയിൽ തന്നെ വാരണാസി ജില്ലാ ഭരണകൂടം അവിടെ പൂജയും മറ്റ് ഹിന്ദു ആചാര പദ്ധതികളും നടപ്പാക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി. അതിനാൽ ഇന്നലെ പുലർച്ചെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ തന്നെ 2 പൂജാരിമാരുടെ 2 ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഇന്നലെ പുലർച്ചെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ അവിടെ ഹിന്ദുക്കൾ പൂജയും ആരാധനയും പുനരാരംഭിച്ചു. ഇപ്പോഴും അവിടെ ഹിന്ദുക്കൾ പ്രാർത്ഥന നടത്തുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഉൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് മസ്ജിദ് കമ്മിറ്റി ഇത്തരത്തിൽ ഹിന്ദുക്കളുടെ പൂജ തടയണമെന്നാവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഈ ഹർജി തള്ളിയിരിക്കുകയാണ്. വിഷ്ണു, ഗൗതം, 1600-ൽ ഔറംഗസേബിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഈ ക്ഷേത്രം പൊളിക്കുകയും പിന്നീട് അവിടെ മസ്ജിദ് നിർമ്മിക്കുന്ന നടപടികളിലേക്ക് അടക്കം കടക്കുകയും ചെയ്തത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ 1993 വരെ തെക്കേ ഭാഗത്തെ നിലവറയിൽ ഹൈന്ദവ വിശ്വാസികൾ പൂജകളും മറ്റാരാധനയും നടത്തി വരികയും ചെയ്തിരുന്നു. മുലായം സിംഗ് സർക്കാരാണ് പിന്നീട് അത് നിർത്തുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിൽ മസ്ജിദ് കമ്മിറ്റി ഏത് രീതിയിലാണ് ഇപ്പോൾ എതിർപ്പുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത്? വിഷ്ണു, മസ്ജിദ് കമ്മിറ്റി ഒരുപക്ഷെ ഇനിയും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ മസ്ജിദ് കമ്മിറ്റിയുടെ അധികൃതരോ അല്ലെങ്കിൽ മുസ്ലിം കക്ഷികളോ ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ അലഹബാദ് ഹൈക്കോടതിയുടെ മറ്റേതെങ്കിലും ബെഞ്ചിൽ സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ട് പോകുമോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകുമോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും സ്റ്റേ ഓർഡറിനായി കോടതികളെ മുസ്ലിം കക്ഷികൾ സമീപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ 1669-ലാണ് പുരാതന കാശി വിശ്വനാഥ ക്ഷേത്രം മുഗൾ ഭരണാധികാരിയായ ഔറംഗസേബ് തകർക്കുന്നത്. ഇതിന് ചരിത്രപരമായ നിരവധി രേഖകളുണ്ട്. അതിനുശേഷം
ക്ഷേത്രത്തിന് മുകളിൽ നിർമ്മിച്ചതാണ് ഞാൻബാബി തർക്കമന്ദിരം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ടിലും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരു ക്ഷേത്ര അവശിഷ്ടത്തിന് മുകളിൽ പുരാതനമായ ക്ഷേത്രത്തിന്റെ തൂണുകൾക്കും മറ്റും മുകളിലാണ് ഈ ഞാൻബാബി തർക്കമന്ദിരം മുഗൾ ഭരണാധികാരികൾ നിർമ്മിച്ചത് എന്ന നിഗമനത്തിലേക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അവരുടെ പഠന റിപ്പോർട്ടിലൂടെ അവരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. നേരത്തെ ഹൈന്ദവ സംഘടനകളും ഇതേ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. നിരവധി ചരിത്രകാരന്മാർ ഇത് ശരിവെക്കുന്നുണ്ട്. കാരണം ഔറംഗസേബ് മാത്രമല്ല, മുൻപ് മുഹമ്മദ് ഗസ്നി, ഗോറി തുടങ്ങിയ ഇസ്ലാമിക അധിനിവേശ ശക്തികളും വാരണാസിയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട്. പിന്നീട് അത് ഹിന്ദു രാജാക്കന്മാർ 11ാം നൂറ്റാണ്ട് മുതൽ കടന്നു വന്ന ഇസ്ലാമിക അധിനിവേശ ശക്തികൾ പല ഘട്ടങ്ങളിൽ കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഔറംഗസേബിന്റെ കാലത്താണ് അത് പൂർണ്ണമായി തന്നെ തകർത്തത്. 1669 ഔറംഗസേബ് കാശിയിൽ നടത്തിയ പടയോട്ടത്തിൽ പൂർണ്ണമായി തന്നെ പുരാതന കാശി വിശ്വനാഥ ക്ഷേത്രം, ജ്യോതിർലിംഗം സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്രം പൂർണ്ണമായി തന്നെ തകർക്കുകയും അതിന് മുകളിൽ പിന്നീട് മസ്ജിദ് നിർമ്മിക്കുകയുമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലാണെങ്കിലും ഈ കാര്യം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ ഞാൻബാബിയിലെ 4 നിലവറകളിൽ പ്രധാന നിലവറയായിട്ടുള്ള തെക്ക് ഭാഗത്തുള്ള നിലവറയിൽ ഹിന്ദുക്കൾക്ക് പൂജയും ആരാധനയും നടത്തുവാനുള്ള അനുമതി വാരണാസി ജില്ലാ കോടതി നടത്തിയിരിക്കുന്നത്. ഇത് ഈ തർക്കമന്ദിരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് കൂടാതെ മറ്റൊരു ഭാഗത്ത് ഈ കാശി വിശ്വനാഥന്റെ ഉപദേവതയായിട്ടുള്ള ശൃംഗാർ ഗൗരിയുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യം നമുക്ക് ഈ തർക്കമന്ദിരത്തിന്റെ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും. അവിടെയും ഏതാണ്ട് 1990കളുടെ ആദ്യം വരെ ഹിന്ദുക്കൾ പൂജയും ആരാധനയും പ്രദക്ഷിണവും ഒക്കെ നടത്തിയിരുന്നു. അവിടെയും തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള മറ്റ് ഹർജികൾ, 5 ഹിന്ദു സ്ത്രീകൾ നൽകിയിട്ടുള്ള ഹർജികൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത കാലത്ത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനമാണെങ്കിലും അതിന് മുൻപ് അലഹബാദ് ഹൈക്കോടതിയിൽ മസ്ജിദ് കമ്മിറ്റി ഹർജിയുമായി എത്തിയതെന്നാൽ ഹർജി കോടതി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ മുതലാണ് ഈ പ്രത്യേക സ്ഥലത്ത് വിശ്വാസികൾ പൂജകൾ ആരംഭിച്ചത്. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.